എല്ലാവർക്കും നമസ്കാരം. സിലബസ് അക്കാദമിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. കേട്ട് ത്രീയിലും അതുപോലെ തന്നെ സെറ്റിലും നമ്മൾ വിട്ട് കളയുന്ന ഒരാളുണ്ട്. ഓക്കെ, അയാളുടെ പേരാണ് ജോൺ ഡ്രൈഡൻ എന്നുള്ളത്. എന്നാൽ എല്ലാ പരീക്ഷയിലും ഇയാളുടെ ഒന്നോ രണ്ടോ ചോദ്യം നിങ്ങൾക്ക് കാണാൻ പറ്റും. കാരണം എന്താണെന്ന് അറിയാം, നമ്മൾ വിട്ടുപോകുന്ന നമുക്ക് വിചാരമില്ല ജോൺ ഡ്രൈഡൻ എന്ന് പറയുന്ന ഒരാൾ നമ്മുടെ പരീക്ഷയ്ക്ക് ഇമ്പോർട്ടന്റ് ആണെന്ന്. ഞാൻ എഴുതിയ കേട്ടറ്റോ സെറ്റോ നെറ്റ് പരീക്ഷകളിലെല്ലാം ആവട്ടെ, ഞാൻ ഇദ്ദേഹത്തിന്റെ ബേസ് ചെയ്തിട്ടുള്ള ചോദ്യങ്ങൾ കണ്ടിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ അതിൽ വന്നതായിട്ടുള്ള PYQവും അതുപോലെ എന്റേതായിട്ടുള്ള ക്വസ്റ്റ്യൻസും ആഡ് ചെയ്തുകൊണ്ടിട്ടുള്ള ഒരു ചെറിയ ഷോർട്ട് വീഡിയോ സെഷനാണ്. താല്പര്യമുള്ളവർക്ക് ജോൺ ഡ്രൈഡൻ ആരാണ്, എന്താണ് അദ്ദേഹത്തിന്റെ ഇമ്പോർട്ടൻസ് എന്ന് അറിയാൻ താല്പര്യമുള്ളവർക്ക് കണ്ടിന്യൂ ചെയ്യാം. ആദ്യത്തെ ചോദ്യത്തിൽ നിന്ന് തന്നെ നമുക്ക് ഇദ്ദേഹത്തിന്റെ ഒരു ഇമ്പോർട്ടൻസ് മനസ്സിലാക്കാം. ഹു ഈസ് നോൺ ആസ് ദ ഫാദർ ഓഫ് ഇംഗ്ലീഷ് ക്രിറ്റിസിസം. ഇപ്പൊ മനസ്സിലായോ നമ്മൾ എന്തുകൊണ്ട് ഇദ്ദേഹത്തിനെ വിട്ടുപോകുന്നു, അല്ലെങ്കിൽ നമുക്ക് എന്തുകൊണ്ട് അറിയുന്നില്ല എന്നുള്ളതിനുള്ള തിരിച്ചടിയാണ് ഡ്രൈഡൻ തരുന്നത്. ആരാണ് ഫാദർ ഓഫ് ഇംഗ്ലീഷ് ക്രിറ്റിസിസം എന്ന് പറയുന്നത്? ജോൺ ഡ്രൈഡൻ. കാരണം നമുക്കറിയാം, ക്ലാസിസിസം തൊട്ട് അവിടെ തൊട്ട് പ്ലേറ്റോന്റെ ഒക്കെ കാലം തൊട്ട് തന്നെ ക്രിറ്റിസിസം ഉണ്ടായിരുന്നു. അരിസ്റ്റോട്ടിൽ കഴിഞ്ഞ് ഇങ്ങോട്ട് വന്ന് അവസാനം എത്തി നിൽക്കുന്ന TS എലിയറ്റിന്റെ ഒക്കെ കഴിഞ്ഞ് നമ്മൾ പഠിക്കുന്ന കുറെ ഇസങ്ങളൊക്കെ ഉണ്ട്. അതെല്ലാം കഴിഞ്ഞാലും ക്രിട്ടിസിസത്തിന് ഒരു ബേസ് സ്ട്രക്ചർ കൊടുത്ത്, അല്ലെങ്കിൽ ഏറ്റവും നന്നായിട്ട് ക്രിട്ടിസൈസ് ചെയ്തിട്ടുള്ളത്, അതിനൊരു വാല്യൂ വെച്ച് ചെയ്തിട്ടുള്ളത് ഡ്രൈഡൻ ആയതുകൊണ്ടാണ് ഫാദർ ഓഫ് ഇംഗ്ലീഷ് ക്രിട്ടിസിസം ഡ്രൈഡൻ എന്നറിയപ്പെടുന്നത്. അത്രയും ആൾക്കാർ നമ്മുടെ മുമ്പിലുണ്ടെങ്കിലും അതിൽ ഒരാളെ തെരഞ്ഞു പിടിച്ചിട്ടാണ് നമ്മളുടെ ആൾക്കാർ പറയുന്നത് ഈസ് ദ ഫാദർ ഓഫ് ഇംഗ്ലീഷ് ക്രിട്ടിസിസം. ഇപ്പൊ മനസ്സിലായെന്ന് വിചാരിക്കുന്നു ഇദ്ദേഹത്തിന്റെ ഇമ്പോർട്ടൻസ്. അയാളുടെ കുറച്ച് വർക്കുകളിലൂടെയുള്ള ഒരു പോക്കാണ്, നമുക്ക് നോക്കാം. വെൻ വാസ് ജോൺ ഡ്രൈഡൻ അപ്പോയിന്റഡ് ആസ് പോയറ്റ് ലോറിയേറ്റ്? ഇമ്പോർട്ടന്റ് ആണെന്ന് ഞാൻ വിചാരിക്കുന്നു. നമ്മൾ ഇന്നത്തെ ആസ്ഥാന കവി എന്നൊക്കെ പറയുന്ന ഒരു വാക്കില്ലേ, അതുപോലെ തന്നെയാണ് ഈ പോയറ്റ് ലോറിയേറ്റ് എന്ന് പറയുന്നത്. ഇംഗ്ലണ്ടിലെ പോയറ്റ് ലോറിയേറ്റ് ആയി ഡ്രൈഡൻ മാറിയ വർഷം ഏതാണ് എന്നാണ് ചോദിക്കുന്നത്. 1660 ഉണ്ട്, 1668 ഉണ്ട്, 1674 ഉണ്ട്, 1685 ഉണ്ട്. ഓക്കെ, ഇതിൽ നിന്ന് നിങ്ങൾക്ക് അറിയുമെന്ന് വിചാരിക്കുന്ന ഒരു ഇതാണ് ഞാൻ ചോദിക്കുന്നത്. അറിയുമെങ്കിൽ ഏറ്റവും നല്ലത്. കാരണം ഡ്രൈഡനെ അത്ര ആൾക്കാർ ശ്രദ്ധിക്കാറില്ല. പരീക്ഷ ഹാളിൽ ഇരിക്കുമ്പോഴായിരിക്കും നമ്മൾ അറിയുന്നത്. ചിലപ്പോൾ പരീക്ഷ കഴിഞ്ഞ് വന്നാൽ പോലും നമ്മൾ അറിയണമെന്ന് നിർബന്ധമില്ല. ഓക്കെ, എനിവേ നമുക്ക് നോക്കാം. എന്നാണ് പോയറ്റ് ലോറേറ്റ് ആയിട്ട് മാറിയത്? 1668ലാണ്. ഈ ഡ്രൈഡന്റെ ജീവിതം ഭയങ്കര രസമുള്ളതാണ്. ഈ വരുന്ന ആൾക്കാരുണ്ടല്ലോ, ഭരണത്തിൽ ഇരിക്കുന്ന ആൾക്കാരെ ഡ്രൈഡൻ പുകഴ്ത്തും. അവര് മരിച്ചാൽ ലാമെന്റേഷൻ എഴുതും. എന്നിട്ട് അടുത്ത ആൾ വന്നാൽ അയാളെ പുകഴ്ത്തും. ഇങ്ങനെയുള്ള ഒരു ജീവിതമായിരുന്നു ഡ്രൈഡന്റെ ആക്ച്വലി ഉണ്ടായിരുന്നത്. ഇപ്പോൾ കോമൺവെൽത്ത് പീരീഡിൽ ക്രോംവെല്ലിനെ പുകഴ്ത്തിയിട്ടാണ് ഡ്രൈഡൻ എഴുതിയിട്ടുള്ളത്. അദ്ദേഹം മരിക്കുമ്പോൾ ലാമെന്റേഷൻ എഴുതുന്നുണ്ട്. അതിനുശേഷം 1660 റെസ്റ്റോറേഷൻ വരുമ്പോൾ, അപ്പോ ചാൾസ് ടു തിരിച്ചു വന്ന റെസ്റ്റോറേഷനിൽ ഇരിക്കുമ്പോൾ അദ്ദേഹത്തെ പുകഴ്ത്തിക്കൊണ്ട് ഡ്രൈഡൻ എഴുതുന്നുണ്ട്. ഇന്നത്തെ സ്വാഭാവികമായിട്ട് നമ്മൾ ഇന്ന് കാണുന്ന പൊളിറ്റിക്സ് തന്നെയാണ് അന്നും ഉണ്ടായിരുന്നത്. ആരാണോ ഭരണത്തിലിരിക്കുന്നത് അവരെ പുകഴ്ത്തി സിനിമ എടുക്കുകയാണ് ഇന്നത്തെ, കവിത എഴുതുകയാണ് ഇന്നത്തെ ഒരു ട്രെൻഡ്. അത് ഡ്രൈഡൻ അന്നും ചെയ്തു എന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ ഭരണത്തിലിരിക്കുന്നവരെ ഇന്നത്തെ ആൾക്കാർ പുകഴ്ത്തുന്നത് ഡ്രൈഡൻ ചെയ്തിട്ടുണ്ടായിരുന്നു. റൈറ്റ്. ഇനി മൂന്നാമത്തേത്, വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് കൺസിഡേർഡ് ജോൺ ഡ്രൈഡൻസ് ബെസ്റ്റ് നോൺ ട്രാജഡി? അപ്പോൾ ട്രാജിക് പ്ലേസിലാണ്, അല്ലെങ്കിൽ അതുപോലെ തന്നെ ഡ്രാമാസിലാണ് അദ്ദേഹത്തിന്റെ പ്രധാനപ്പെട്ട കാര്യങ്ങളായിട്ട് വരുന്നത്. നൗ, ഏതാണ് അദ്ദേഹത്തിന്റെ ബെസ്റ്റ് നോൺ ട്രാജഡി എന്ന് ചോദിക്കുന്നുണ്ട്. ദ ഇന്ത്യൻ എംപറർ, ഔറംഗസീബ്, ഓൾ ഫോർ ലവ്, ദ റൈവൽ ലേഡീസ്. ഇതിൽ ഏതാണ് നിങ്ങൾക്ക് കേട്ട് പരിചയമുള്ളത് എന്നും കൂടെ നിങ്ങൾ ആലോചിക്കുക. കാരണം ഇതൊക്കെ അദ്ദേഹത്തിന്റെ ഫേമസ് ആണ്. ഔറംഗസീബ് ഒക്കെ ചോദിച്ചു കണ്ടിട്ടുണ്ട് വേറെ ചോദ്യങ്ങളിൽ. ഓക്കെ, നമുക്ക് നോക്കാം ഏതാണ് ബെസ്റ്റ് നോൺ ട്രാജിക് പ്ലേ എന്നുള്ളത് കേട്ടോ. ഓൾ ഫോർ ലവ് ആണ്. ഈ ഓൾ ഫോർ ലവിന് ഒരു ഇമ്പോർട്ടൻസ് ഉണ്ട്. അത് നമ്മൾ വരുന്ന ചോദ്യങ്ങളിൽ നമ്മൾ കാണുന്നതാണ്. എന്തുകൊണ്ടാണ് ഓൾ ഫോർ ലവ് ഒരു നല്ല ട്രാജഡി ആയിട്ട് വരാനും കൂടെ കാരണം എന്നുള്ളത്. ഓക്കെ, ഇൻ മാക് ഫ്ലക്നോ, അതായത് അദ്ദേഹത്തിന്റെ ഒരു വർക്കിന്റെ പേരാണ് മാക് ഫ്ലക്നോ എന്നുള്ളത്. ഇത് പരീക്ഷയ്ക്ക് ചോദിച്ചു കണ്ടിട്ടുള്ളതാണ്. ഓക്കെ, ഹൂ ഈസ് റിഡിക്യൂൾഡ് ആസ് ദ സക്സസർ ടു ദ ത്രോൺ ഓഫ് ഡൾനെസ്? അപ്പോ മനസ്സിലാക്കുക, ഈ മാക് ഫ്ലക്നോ എന്ന് പറയുന്നത് ഡ്രൈഡനും അദ്ദേഹത്തിന്റെ കാലത്തുണ്ടായിരുന്ന ഒരു കണ്ടംപററി റൈറ്ററും കൂടി ഉണ്ടായിരുന്ന വാക്തർക്കമായിരുന്നു അന്നത്തെ പ്രധാന ചർച്ചാ വിഷയം. ഇന്ന് നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും സോഷ്യൽ മീഡിയയിൽ കിടന്നിട്ട് ഇങ്ങനെ അടികൂടുന്നുണ്ടല്ലോ, പോസ്റ്റ് ഇട്ടും റീല് വിളിച്ചും ഒക്കെ, റീൽ എടുത്തിട്ടൊക്കെ. അന്നത്തെ എഴുതൽ മാത്രമേ ഈ അന്നത്തെ കാലത്ത് ഉണ്ടായിരുന്നുള്ളൂ. ആ എഴുത്തിന്റെ ഒരു യുദ്ധത്തിലാണ് നമ്മളുടെ ഡ്രൈഡൻ ഈ മാക് ഫ്ലക്കിനോ എഴുതുന്നത്. അപ്പൊ അതിന് മുന്നേ ഡ്രൈഡനെ കളിയാക്കിയിട്ട് ഒരാൾ എഴുതുന്നുണ്ട്. അതിനുള്ള തിരിച്ചുള്ള എഴുത്താണ് ഈ മാക് ഫ്ലക്കിനോ എന്ന് പറയുന്ന വർക്ക്. അപ്പോ ഈ മാക് ഫ്ലക്കിനോയില് ഡ്രൈഡൻ പറയുന്നുണ്ട്, ഈ പറയുന്ന ആള്, ഞാൻ എതിര് പറയുന്ന ആളാണ് ഡൾനെസിന്റെ രാജാവായിട്ട് ത്രോൺ എടുക്കേണ്ട ആള്. തലയിൽ തൊപ്പി കിരീടം വെക്കേണ്ട ആള് എന്നാണ് പറയുന്നത്.
ആരെ പറ്റിയിട്ടാണ് ഡ്രൈഡൻ ഇത്രയും അതിവിമർശനാത്മകരമായിട്ട് പറയുന്നത് എന്നാണ് ചോദിക്കുന്നത്, ക്രിട്ടിസൈസ് ചെയ്യുന്നത്. അലക്സാണ്ടർ പോപ്പാണോ, തോമസ് ഷാഡ്വെൽ ആണോ, വില്യം വൈച്ചർലി ആണോ, ബെൻ ജോൺസൺ ആണോ എന്നുള്ളതാണ് ചോദ്യം. അപ്പോൾ ആരുമായിട്ടുള്ള അടിയാണ് നടക്കുന്നത് എന്നും കൂടെ ഇതിൽ ഉത്തരവായിട്ട് വരുന്നുണ്ട്. തോമസ് ഷാഡ്വെല്ലാണ് അടി ഉണ്ടാക്കുന്ന ആൾ. അപ്പൊ അയാളെയാണ് സക്സസർ ടു ദ ത്രോൺ ഓഫ് ഡൾനെസ് എന്ന് വിളിക്കുന്നത്. അടുത്തത്, വിച്ച് ഓഫ് ഡ്രൈഡൻസ് വർക്ക്സ് ഈസ് എ വേഴ്സ് ട്രാൻസ്ലേഷൻ ഓഫ് എ ക്ലാസിക്കൽ എപ്പിക്. എപ്പിക് എന്ന് പറഞ്ഞാൽ അറിയാലോ, ഏതൊക്കെ ഇന്ത്യൻ എപ്പിക്സ് എന്ന് പറയുന്നത് മഹാഭാരതവും രാമായണവും ഒക്കെയാണ്. ഇനി ഗ്രീക്ക് എപ്പിക്സ് നിങ്ങൾക്ക് അറിയുന്നുണ്ടായിരിക്കും. അറിയില്ലെങ്കിൽ ഇന്ന് പോയിട്ടൊന്ന് സെർച്ച് ചെയ്ത് നോക്കുക എന്താണ് എപ്പിക്സ് എന്നുള്ളത്. ഓക്കെ, ഞാൻ പറയുന്നതല്ല ഇതിന്റെ വേദവാക്യം, അവസാന വാക്ക്. നിങ്ങളും സെർച്ച് ചെയ്യണം, നിങ്ങളും അറിവ് വർദ്ധിപ്പിക്കണം. ഇല്ലെങ്കിൽ നമുക്കൊന്നും ടീച്ചർ ആവാനുള്ള ഒരു അംഗീകാരം ഇല്ല. നമ്മളുടെ മനസ്സിൽ തന്നെ പശ്ചാത്താപം വരണം, എന്നിട്ട് നമ്മൾ കൂടുതൽ പഠിക്കണം. എനിവേ, അപ്പോൾ ഇനി പറയുന്നതിൽ ക്ലാസിക്കൽ എപ്പിക്കുകളിൽ ഡ്രൈഡന്റേതായിട്ടുള്ള ഒരു ട്രാൻസ്ലേഷൻ ഇതിൽ ഏതിലാണ് വരുന്നത്? ഏതാണ് ട്രാൻസ്ലേറ്റ് ചെയ്തിട്ടുള്ള വർക്ക്? ദ എനീഡ് ആണോ, ഇല്ലിയാഡ് ആണോ, ഒഡീസി ആണോ, ജോർജിക്സ് ആണോ? ഇതിൽ ഏതാണ് ഡ്രൈഡൻ ട്രാൻസ്ലേറ്റ് ചെയ്തിട്ടുള്ള വർക്ക് എന്നാണ് ചോദിക്കുന്നത്. എയ്നീഡ് ആണ് ഡ്രൈഡൻ ട്രാൻസ്ലേറ്റ് ചെയ്തിട്ടുള്ള വർക്ക്. ഓക്കെ, അതും ക്ലാസിക്കൽ എപ്പിക് ആണ്. ഇനി അടുത്തത്, വാട്ട് വാസ് ദ പ്രൈമറി പർപ്പസ് ഓഫ് അബ്സലം ആൻഡ് അക്കിറ്റോഫൽ? ഇതും ഡ്രൈഡന്റെ ഒരു വർക്കാണ്. അപ്പൊ എന്താണ് അബ്സലം ആൻഡ് അക്കിറ്റോഫൽ എന്ന് പറയുന്ന വർക്കിൽ ഡ്രൈഡൻ പ്രൈമറി പർപ്പസ് ആയിട്ട് എഴുതാനുള്ള കാരണം? ടു സെലിബ്രേറ്റ് ഡ്രൈഡൻസ് കൺവേർഷൻ ടു കത്തോലിസിസം. ഞാൻ പറഞ്ഞു, അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ചാഞ്ചാടുന്ന ആളായിരുന്നു ഡ്രൈഡൻ. അയാൾ കത്തോലിസിസത്തിലേക്ക് വന്നതുകൊണ്ടാണ് ഇയാൾ എഴുതിയെന്നാണോ ഉത്തരം? ഓക്കെ, അടുത്തത്, ടു ക്രിട്ടീക്ക് ദ പോപ്പിഷ് പ്ലോട്ട്. ആ പ്ലോട്ടിനെ പറ്റി ഒന്ന് സെർച്ച് ചെയ്ത് നോക്കുക. ടു ഡിഫെൻഡ് ചാൾസ് ടു ആൻഡ് ക്രിട്ടിസൈസ് ദ എക്സ്ക്ലൂഷൻ ക്രൈസിസ്. ചാൾസ് ടു ഞാൻ പറഞ്ഞു 1660 റിസ്റ്റോറേഷന് വേണ്ടി വരുന്നുണ്ട്. അപ്പൊ അതിനെ പുകഴ്ത്താൻ വേണ്ടിയിട്ടാണ് എഴുതിയത്. ഓർ ടു പ്രൈസ് ദ പ്രൊട്ടസ്റ്റന്റ് മൊണാർക്കി. അപ്പോൾ കത്തോലിസിസം പറഞ്ഞ പ്രൊട്ടസ്റ്റൻസിനെയും കൂടെ എഴുതാൻ സാധ്യതയുണ്ടല്ലോ. അപ്പൊ ഏതാണ് എന്നുള്ളതാണ് നമ്മളുടെ ഉത്തരം. നോക്കാം. ടു ഡിഫെൻഡ് ചാൾസ് ടു. ഓക്കെ, അപ്പൊ ചാൾസ് ടു വരുന്നതും എക്സ്ക്ലൂഷൻ ക്രൈസിസിനെയൊക്കെ ഇത് പറയാനും വേണ്ടിയിട്ടാണ് എപ്സലം ആൻഡ് അക്കറ്റോഫൽ എന്ന് പറയുന്നത് ഡ്രൈഡൻ എഴുതിയിട്ടുള്ളത്, മറക്കരുത്. ഓക്കെ, വിച്ച് റണ്ണർ ഈസ് ഡ്രൈഡൻ മോസ്റ്റ് അസോസിയേറ്റഡ് വിത്ത്? ഏറ്റവും കൂടുതൽ എഴുതി ഇതായിട്ടുള്ള റോണർ ഏതാണെന്നാണ് ചോദിക്കുന്നത്. റൊമാൻറ്റിക് പോയട്രി, ഹീറോയിക് ഡ്രാമ, ഗോത്തിക് നോവൽസ്, റിയലിസ്റ്റ് ഫിക്ഷൻ. ഏറ്റവും എളുപ്പമുള്ള ചോദ്യം, അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കാതെ കണ്ണടച്ച് കുത്താൻ പറ്റിയ ചോദ്യമാണ്. കാരണം ഒന്ന് നോക്കിക്കേ, ഹീറോ മറ്റേ ഗോത്തിക് നോവൽസ് എന്നാണ് ഉണ്ടായത്, എന്നാണ് അതിന്റെ തുടക്കം? റൊമാൻറ്റിക് പോയട്രി എന്നാണ് വന്നിട്ടുള്ളത്? റിയലിസ്റ്റിക് ഫിക്ഷൻ ഏത് കാലത്താണ് വന്നിട്ടുള്ളത്? അതിൽ നിന്നെല്ലാം വിട്ടുകൊണ്ടാണ് ആര് നിൽക്കുന്നത്? ഹീറോയിക് ഡ്രാമ എന്ന് പറയുന്ന ഒരു പ്രോപ്പർട്ടി അല്ലെങ്കിൽ എഴുത്ത് നമ്മളെ ഡ്രൈഡൻ കൊണ്ടുവന്നിട്ടുള്ളത്. കാരണം ബാക്കിയെല്ലാം കാലഘട്ടത്തിനനുസരിച്ച് കുറെ ദൂരെയാണ്, ഇത് മാത്രമാണ് നമുക്ക് എളുപ്പത്തിൽ കണ്ടുപിടിക്കാൻ പറ്റുന്നത്. വിച്ച് റൈറ്റർ പ്രൈസ്ഡ് ഡ്രൈഡൻ ബൈ സ്റ്റേറ്റിംഗ്? ഏതോ ഒരു റൈറ്റർ ഡ്രൈഡനെ കുറിച്ച് പറഞ്ഞ വാക്കാണിത്. ഓക്കെ, ഹി ഫൗണ്ട് ഇറ്റ് ദ ബ്രിക്ക് ആൻഡ് ലെഫ്റ്റ് ഇറ്റ് മാർബിൾ. അദ്ദേഹം ഒരു കല്ല് കണ്ടുപിടിച്ചു, അതിനെ അദ്ദേഹം തിരിച്ചുഴിഞ്ഞുഴിഞ്ഞ് അടിപൊളിയാക്കി വിട്ടത് ഒരു മാർബിൾ ആയിട്ടാണ്. അപ്പൊ അദ്ദേഹത്തിന്റെ കഴിവിനെയാണ് പറയുന്നത്, ഡ്രൈഡന്റെ കഴിവിനെ പറ്റിയിട്ടാണ് പറയുന്നത്. ആരാണ് ഡ്രൈഡനെ കുറിച്ച് ഇങ്ങനെ പൊക്കി പറഞ്ഞത്? അലക്സാണ്ടർ പോപ്പാണോ, സാമുവൽ ജോൺസൺ ആണോ, ജൊനാഥൻ സ്വിഫ്റ്റ് ആണോ, വില്യം കോൺഗ്രേവ് ആണോ? ഇതിൽ ആരാണ് പറഞ്ഞത് എന്നാണ് ചോദിക്കുന്നത്. ആരായിരിക്കാം നിങ്ങൾക്ക് അറിയുമെങ്കിൽ നിങ്ങൾ എന്തായാലും രക്ഷപ്പെടും എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ള താല്പര്യം. കാരണം ഇങ്ങനത്തെ പോയിന്റുകളൊന്നും അധികം അതിന് ശ്രദ്ധിക്കാറില്ല, പക്ഷെ സെറ്റിലൊക്കെ വരുമ്പോൾ ഇത് കുറച്ചും കൂടി ഇമ്പോർട്ടന്റ് ആയിട്ട് കണക്കാക്കാറുണ്ട്. സാമുവൽ ജോൺസൺ ആണ് പറഞ്ഞത്. ഓക്കെ, സാമുവൽ ജോൺസൺ പറഞ്ഞു. ഇൻ സാമുവൽ ജോൺസൺസ് ലൈഫ്സ് ഓഫ് ദ പോയറ്റ്സ് ഹൗ ഈസ് ഡ്രൈഡൻ ഡിസ്ക്രൈബ്ഡ്? അപ്പോ നേരത്തെ പറഞ്ഞ അതേ ചോദ്യം നമുക്ക് ഇങ്ങോട്ട് ഇടാം. ഓക്കെ, അദ്ദേഹം പറയുന്നുണ്ട് എന്താ പറഞ്ഞതെന്ന് ഇപ്പൊ നമ്മൾ ജസ്റ്റ് മുന്നത്തെ ചോദ്യത്തിൽ കണ്ടുപിടിച്ചു. ഇനി ലൈവ്സ് ഓഫ് ദ പോയറ്റ് എന്ന് പറയുന്ന ബുക്ക് എഴുതിയത് സാമുവൽ ജോൺസൺ ആണെന്ന് കൂടി നിങ്ങൾ ഈ ചോദ്യത്തിൽ നിന്ന് മനസ്സിലാക്കണം. അപ്പൊ രണ്ട് ചോദ്യം നമുക്ക് കിട്ടി, രണ്ട് ഉത്തരം നമുക്ക് കിട്ടി. മൂന്നാമത്തെയാണ് ചോദിക്കുന്നത്, ഒരു ഇതിൽ നിന്ന് മൂന്ന് കിളികളെ കിട്ടുന്ന പറയുന്ന പോലെ. ഓക്കെ, ഡ്രൈഡനെ ലൈവ്സ് ഓഫ് ദ പോയറ്റ് എന്ന് പറയുന്ന സാമുവൽ ജോൺസന്റെ പുസ്തകത്തിൽ എങ്ങനെയാണ് ഡിസ്ക്രൈബ് ചെയ്തിരിക്കുന്നത്? ഒന്ന്, എ മീഡിയോക്കർ പോയറ്റ് വിത്ത് പൊളിറ്റിക്കൽ അംബിഷൻ. സത്യമായിരിക്കാം, നമ്മൾ കണ്ടു. എ ഗ്രേറ്റ് പോയറ്റ് ബട്ട് ആൻ ഈവൻ ഗ്രേറ്റർ ക്രിട്ടിക്. അതും നമ്മൾ കണ്ടു. എ ഡ്രമാറ്റിസ്റ്റ് ഹൂ ഫെയിൽഡ് ടു മാസ്റ്റർ വേഴ്സ്. എഴുത്തില് എ ട്രാൻസ്ലേറ്റർ വിത്ത് ലിറ്റിൽ ഒറിജിനൽ കോൺട്രിബ്യൂഷൻ. ഇത് നിങ്ങൾക്ക് കുറച്ച് ബുദ്ധി ഉപയോഗിച്ച് കഴിഞ്ഞാൽ നമ്മൾ പഠിച്ച ഒരു വലിയ പോയിന്റിൽ നിന്നുകൊണ്ട് തന്നെ ഈ തംബ്നെയിലിൽ നിന്നുകൊണ്ട് നമ്മൾ ഈ തംബ്നെയിൽ വീഡിയോ തംബ്നെയിലിൽ നിന്ന് കൊണ്ടുപോലും നിങ്ങൾക്ക് ഈ ഉത്തരം പറയാൻ പറ്റുന്ന ഒരു പോയിന്റ് ആണ് ഇപ്പൊ പറഞ്ഞിട്ടുള്ളത്. എന്തായിരിക്കാം, എങ്ങനെയായിരിക്കാം പറഞ്ഞിട്ടുള്ളത്?
എ ഗ്രേറ്റ് പോയറ്റ് ബട്ട് ആൻ ഈവൻ ഗ്രേറ്റർ ക്രിട്ടിക്. അദ്ദേഹമാണ് എന്തറിയപ്പെടുന്നത്? ഇംഗ്ലീഷ് ഫാദർ ഓഫ് ഇംഗ്ലീഷ് ക്രിറ്റിസിസം എന്ന് ഡ്രൈഡൻ അറിയപ്പെടുന്നത്. ഓക്കെ, ഇനി എന്താണ് ഈ ലൈഫ്സ് ഓഫ് പോയറ്റ് എന്ന് പറയുന്ന ബുക്കിന്റെ ഇമ്പോർട്ടൻസ്? സാമുവൽ ജോൺസൺ എഴുതിയ ഈ ലൈഫ്സ് ഓഫ് പോയറ്റ് എന്ന് പറയുന്ന ബുക്കിൽ 52 കവികളെ കുറിച്ചിട്ടുള്ള ബയോഗ്രഫി എഴുതിയിട്ടുണ്ട്. മനസ്സിലായോ? 52 കവികളെ കുറിച്ചിട്ടുള്ള ബയോഗ്രഫി എഴുതിയ പുസ്തകം ഏതാണ്? ദ ലൈഫ്സ് ഓഫ് പോയറ്റ് എന്ന് പറയുന്നതാണ്. അതും മറക്കരുത്. വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് എ സറ്റാരിക്കൽ പോയം ബൈ ഡ്രൈഡൻ? സറ്റാരിക്കൽ പോയം ബൈ ഡ്രൈഡൻ ദാറ്റ് റിഡിക്യൂൾസ് തോമസ് ഷാഡ്വെൽ. ഒന്ന് ആലോചിച്ച് നോക്കിക്കുക. ഞാൻ ഇനി ഉത്തരവൊന്നും വായിക്കാൻ നിൽക്കുന്നില്ല. ഏതാണ്? ഏതാ? ഷാഡ്വെല്ലിനെ കളിയാക്കി നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. മാക് ഫ്ലക്നോ. ഒന്നും മറക്കരുത്. നമ്മൾ നേരത്തെ ചോദിച്ച അതേ ചോദ്യം ഉൾട്ടയടിച്ച് ഞാൻ ചോദിച്ചതാ. ഓൾ ഫോർ ലവ് ബൈ ഡ്രൈഡൻ ഈസ് ബേസ്ഡ് ഓൺ വിച്ച് ഓഫ് ഷേക്സ്പിയേഴ്സ്? ഇതാണ് ഞാൻ ആദ്യം പറഞ്ഞത്. നമ്മൾ ഈ വർക്ക് ചർച്ച ചെയ്യാൻ ഒരു കാരണമുണ്ട്. എന്താണ് ആ കാരണം എന്ന് പറയുന്നത്? ഷേക്സ്പിയറിന്റെ ഒരു വർക്കിൽ നിന്ന് ഇൻസ്പയർ ആയിട്ട് ബേസ് ചെയ്തിട്ടാണ് ഈ ഓൾ ഫോർ ലവ് എന്ന് പറയുന്ന ഡ്രാമ, ട്രാജഡി ഡ്രൈഡൻ എഴുതുന്നത്. മനസ്സിലായോ? അപ്പോ ഷേക്സ്പിയറിന്റെ ഏത് വർക്കിനെ ബേസ് ചെയ്തുകൊണ്ടാണ് ഓൾ ഫോർ ലവ് എന്ന് പറയുന്ന ട്രാജഡി ഡ്രൈഡൻ എഴുതിയത്? 4 ഓപ്ഷൻ ഉണ്ട്. ഹാംലെറ്റ് ആണോ, മാക്ബത്ത് ആണോ, ആന്റണി ആൻഡ് ക്ലിയോപാട്ര ആണോ, ഒഥല്ലോ ആണോ? അപ്പൊ നിങ്ങൾ ആലോചിക്കുക ഏതൊക്കെയാണ് ഷേക്സ്പിയറിന്റെ ട്രാജഡീസ്. അങ്ങനെ ആലോചിക്കുക. ഇനി ഏതാണെന്ന് നമുക്ക് ഡയറക്റ്റ് നോക്കാം, സമയം വെറുതെ കളയണ്ട അല്ലെ. ആന്റോണിയോൺ ആന്റണി ആൻഡ് ക്ലിയോപാട്രയിൽ നിന്ന് ബേസ് ചെയ്തിട്ടാണ് ഡ്രൈഡന്റെ ഓൾ ഫോർ ലവ് എന്ന് പറയുന്ന ഈ വർക്ക് വന്നിട്ടുള്ളത്. മറക്കരുത്. മനസ്സിലായോ? അതാണ് ഇമ്പോർട്ടന്റ് ആയിട്ട് നമ്മൾ മനസ്സിലാക്കേണ്ട വേറൊരു കാര്യം. അടുത്തത്, വിച്ച് ഓഫ് ദ ഫോളോയിങ് വർക്ക്സ് ബൈ ഡ്രൈഡൻ ഈസ് പാനഗൈറിക് റിട്ടേൺ? പാനഗൈറിക് സ്റ്റൈലിൽ എഴുതിയത് ടു സെലിബ്രേറ്റ് ചാൾസ് ടൂസ് റിട്ടേൺ ടു ഇംഗ്ലണ്ട്. നമ്മൾ പറഞ്ഞു ചാൾസ് ടു തിരിച്ചു വരുമ്പോൾ അദ്ദേഹത്തിനെ പുകഴ്ത്തിക്കൊണ്ട് എഴുതിയ ഡ്രൈഡന്റെ വർക്ക് ഏതാണെന്നാണ് ചോദിക്കുന്നത്. ദ ഹിൻഡ് ആൻഡ് ദ പാന്തർ, ആസ്ട്രിയ റിഡക്സ്, ആബ്സലം ആൻഡ് അക്ചീറ്റോഫൽ, ദ മെഡൽ. ഇതിൽ ഏതാണ് ചാൾസ് ടുവിന്റെ വരവിനോട് അനുബന്ധിച്ച് ഡ്രൈഡൻ എഴുതിയ വർക്ക്? ആസ്ട്രിയ റിഡക്സ് എന്ന് പറയുന്നതാണ് ആ വർക്ക്. ഓക്കെ, മറക്കരുത്. ഇൻ ദ ഹിന്ദ് ആൻഡ് ദ പാന്തർ, വാട്ട് ഡു ദ ഹിന്ദ് ആൻഡ് ദ പാന്തർ സിംബലൈസ്? അലഗോറിക്കൽ പോയമാണ്. ഹിൻഡും പാന്തറും രണ്ടിനെ സൂചിപ്പിക്കുന്ന രണ്ട് വസ്തുക്കളാണ്. ഓക്കെ, അത് ഒറിജിനൽ ആ അനിമൽസ് ആയിട്ട് മാത്രമല്ല, അതിനെ സൂചിപ്പിക്കുകയാണ് ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ ഹിൻഡ് ആൻഡ് പാന്തർ എന്ന് പറയുന്നത് ഡ്രൈഡന്റെ ഒരു വർക്കാണെന്ന് കൂടി നിങ്ങൾ മനസ്സിലാക്കിയിരിക്കുക. ഇതിൽ നിന്ന് എന്താണ് സിംബലൈസ് ചെയ്യുന്നത് ഈ രണ്ടെണ്ണം? ദ വിക്സ് ആൻഡ് ടോറീസ് ആണോ? അവർ തമ്മിലുള്ള യുദ്ധം നമ്മൾ പഠിക്കുന്നുണ്ട്. വിക്സും ടോറീസും തമ്മിലുള്ള യുദ്ധം നമ്മൾ പഠിക്കുന്നുണ്ട്. ദ ആംഗ്ലിക്കൻ ചർച്ച് ആൻഡ് ദ കത്തോലിക് ചർച്ച് ആണോ? അവർ തമ്മിലുള്ള അടിയാണോ? രണ്ട് ചർച്ചുകാർ തമ്മിലുള്ള അടിയാണോ പറയുന്നത്? അതോ ദ മൊണാർക്കി ആൻഡ് ദ പാർലമെന്റ്, പാർലമെന്റ് മൊണാർക്കിയും തമ്മിലുള്ള അടിയാണോ? അതോ പ്ലേ റൈറ്റ്സ് ഓഫ് ദ റെസ്റ്റോറേഷൻ ഇറയാണോ? ഇതിൽ ഒന്ന് നമുക്ക് എളുപ്പത്തിൽ ഒഴിവാക്കാം. ഏത്? ഡി. എന്തുകൊണ്ട്? എലിമിനേഷൻ ഉപയോഗിക്കുമ്പോൾ എങ്ങനെ? രണ്ടെണ്ണം വേണം. ഹിൻഡ് ആൻഡ് ദ പാന്തർ എന്ന് പറഞ്ഞു, മറ്റേതിൽ പ്ലേ റൈറ്റ് മാത്രമേ ഉള്ളൂ. അതങ്ങ് വേഗം ഒഴിവാക്കാം. അപ്പൊ കുറച്ചൊക്കെ ബുദ്ധിശക്തി, ഇന്റലിജൻസും കൂടെ ഉപയോഗിച്ച് നോക്കുക. ഇനി ബാക്കി 3 ഉണ്ട്. എന്തെങ്കിലും ഓപ്ഷൻ നിങ്ങളുടെ മനസ്സിൽ വരുന്നുണ്ടോ? ആംഗ്ലിക്കൻ ചർച്ച് ആൻഡ് ദ കത്തോലിക് ചർച്ച്, അവർ തമ്മിലുള്ള ഒരു വാക്പയറ്റ്, പോരിനെ പറ്റിയിട്ടാണ് നമ്മൾ ബേസിക്കലി ഈ ഒരു വർക്കിൽ, ദ ഹിന്ദ് ആൻഡ് ദ പാന്തർ എന്ന് പറയുന്ന വർക്കിൽ എഴുതുന്നത്. മറക്കരുത്. അപ്പൊ അതാണ് സിംബലൈസ് ചെയ്യുന്നത്. വിച്ച് ഓഫ് ഡ്രൈഡൻസ് വർക്ക് ഈസ് എ ട്രാൻസ്ലേഷൻ ഓഫ് എ ക്ലാസിക്കൽ ടെക്സ്റ്റ് ബൈ വിർജിൽ? കുറച്ച് ഇത് നമ്മൾ നേരത്തെ അതേപോലെ ഒന്ന് കണക്ഷൻ ഇത്തിരി ബുദ്ധി ഉപയോഗിച്ചാൽ കിട്ടുന്നതാണ്. ഏതാണ് ആ ക്ലാസിക്കൽ വർക്ക്? ഏതാണ് ട്രാൻസ്ലേറ്റ് ചെയ്തത്? ഇല്ലിയഡ് ആണോ, ഏനിഡ് ആണോ, ഒഡീസി ആണോ, ജോർജിക്സ് ആണോ? അപ്പോൾ 2 ചോദ്യങ്ങൾക്ക് ഉത്തരം ഇവിടെ നിന്ന് തന്നെ കണക്ട് ചെയ്ത് പഠിക്കാൻ പറ്റും. നമുക്ക് നോക്കാം. ട്രാൻസ്ലേഷന്റെ കാര്യം നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ കണക്ട് ചെയ്യാൻ പറയുന്നത്. ആണ് അവിടെ നമ്മൾ പഠിച്ചു. ഈനീഡിനെ ട്രാൻസ്ലേറ്റ് ചെയ്തിട്ടുണ്ട്. ഇവിടെ ട്രാൻസ്ലേഷനാ പറഞ്ഞത്. പക്ഷെ നമുക്കറിയില്ല അത് വിർജിലാണോ എഴുതിയെന്ന്. ഇപ്പൊ നമുക്ക് എന്ത് മനസ്സിലായി? വിർജിൽ എന്ന് പറയുന്ന പഴയ സാഹിത്യകാരനാണ് എയ്നീഡ് എഴുതിയത് എന്ന് പറയുന്ന ഒരു ചോദ്യത്തിന്റെ ഉത്തരം കൂടെ നമുക്ക് ഇവിടെ കിട്ടുകയാണ്. അപ്പൊ കണക്ട് ചെയ്ത് പഠിക്കുക കേട്ടോ. കണക്ട് ചെയ്ത് പഠിക്കുക. അടുത്തത്, മാക് ഫ്ലക്നോ ഓപ്പൺസ് വിത്ത് ദ ലൈൻസ്. അദ്ദേഹത്തിന്റെ ഷാഡ്വെല്ലിനെ കളിയാക്കിയിട്ട് നമ്മൾ പഠിച്ച മാക് ഫ്ലക്നോ എന്ന് പറയുന്ന നമ്മുടെ കവിതയുണ്ട് അല്ലെ, ഒരു റൈറ്റിംഗ് ഉണ്ട്. അതിൽ പറയുന്ന ഒരു വരിയാണ് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട കുറച്ച് വരികൾ. ഞാൻ കാണാതെ പഠിക്കാറുണ്ട്. അതിലൊരു വരി, അല്ലെങ്കിൽ എനിക്ക് ഇഷ്ടമാണെന്ന് ഞാൻ വിചാരിക്കുന്ന കുറച്ച് വരികളുണ്ട്. അതിൽ ഏറ്റവും നല്ലൊരു വരിയാണ് ഇത്: ഓൾ ഹ്യൂമൻ തിങ്സ് ആർ സബ്ജക്ട് ടു ഡീകേ ആൻഡ് വെൻ ഫേറ്റ് സമ്മൺസ് മോണാർസ് മസ്റ്റ് ഒബൈ. എന്താ ഇതിന്റെ അർത്ഥം?
വളരെ സിമ്പിളായിട്ട് പറയാം, ഓൾ ന്യൂ ഹ്യൂമൻ തിങ്സ് ആർ സബ്ജക്ട് ടു ഡീകെ. എല്ലാ മനുഷ്യന്മാരും നാളെ മണ്ണടിയും, അഴുകിത്തീരും. വെൻ ഫേറ്റ് സമ്മൺസ്, വിധി നിങ്ങളെ വിളിക്കുമ്പോൾ, വിധി നിങ്ങളോട് പറയുമ്പോൾ, മോണാർക്സ് മസ്റ്റ് ഒബേ. എത്ര വലിയ രാജാധികാരിയായാലും എത്ര വലിയ ചക്രവർത്തി ആയാലും നിങ്ങൾ ആ വിധിക്ക് അനുകൂലപ്പെട്ടു പോകേണ്ടി വരും എന്നുള്ളതാണ് പറയുന്നത്. വാട്ട് ഡസ് ദിസ് സിഗ്നിഫൈ? നിങ്ങൾ അലക്സാണ്ടർ ചക്രവർത്തിയുടെ കഥ കേട്ടിട്ടുണ്ടായിരിക്കും. അരിസ്റ്റോട്ടലിന്റെ സ്റ്റുഡന്റ് ആയിരുന്നു അലക്സാണ്ടർ ദ ഗ്രേറ്റ് എന്ന് പറയുന്ന, ലോകം കീഴടക്കിയ, ചെറുപ്പകാലങ്ങളിൽ തന്നെ മരിച്ചുപോയ ഒരു ചക്രവർത്തി. അദ്ദേഹം മരിക്കുമ്പോൾ അദ്ദേഹം പറഞ്ഞു, ഞാൻ മരിക്കുമ്പോൾ ശവപ്പെട്ടിയിൽ നിന്ന് എൻ്റെ രണ്ട് കൈയും പുറത്തേക്ക് ഇടണം എന്ന് പറഞ്ഞ് നിങ്ങൾ കഥ കേട്ടിട്ടുണ്ടായിരിക്കും. എന്തിനാ? മരിക്കുമ്പോൾ ഞാനൊന്നും കൊണ്ടുപോകുന്നില്ല, ഈ ഉണ്ടാക്കിയതൊക്കെ ഇവിടെ വെച്ചിട്ടാണ് പോകുന്നത്. അതേ അർത്ഥം തന്നെയാണ് മാക് പ്ലക്നോന്റെ ഈ ഒരു വരിയിലും പറയുന്നത്. ആൾ ഹ്യൂമൻ തിങ്സ് ആർ സബ്ജക്ട് ടു ഡീകേ വെൻ ഫേറ്റ് സമ്മൺസ്. എന്താ? മൊണാർക്സ് മസ്റ്റ് ഒബേ. മൊണാർക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏകാധിപതികൾ. ഓക്കെ, ഏകാധിപതികൾ എന്ത് ചെയ്യണം? ദേ ഹാവ് ടു ഒബേ. എന്താണ് ഇത് സിഗ്നിഫൈ ചെയ്യുന്നത്? ദ എവിറ്റബിലിറ്റി ഓഫ് ഡെത്ത്, ദ ഫോൾ ഓഫ് കിങ്സ് ആൻഡ് പോയറ്റ്സ്, എ ക്രിട്ടിക് ഓഫ് മൊണാർക്കി, എ പേഴ്സണൽ റിഫ്ലക്ഷൻ. ഇത് ആക്ച്വലി സബ്ജക്റ്റീവായിട്ട് നമ്മൾ എഴുതി കഴിഞ്ഞാൽ ഇതെല്ലാം എഴുതാൻ പറ്റും. കുറച്ചും കൂടെ പ്രോപ്പർ ആയിട്ടുള്ള ഉത്തരം ഇതിൽ വരുന്നത് ദ ഇൻഎവിറ്റബിലിറ്റി ഓഫ് ഡെത്ത് ആണ്. എല്ലാവരും ഡെത്തിനെ കുറിച്ച് പറയുന്നുണ്ട്. അപ്പൊ ഡെത്ത് ആണെന്നുണ്ടെങ്കിൽ എങ്ങനെയാക്കാം? മരിക്കുന്ന ഒരു അവസാന കാലഘട്ടം എല്ലാവർക്കും ഉണ്ടല്ലോ. അപ്പൊ അതിനെ ബേസ് ചെയ്തുകൊണ്ടാണ് ഈ വരികൾ വരുന്നത് നമുക്ക് കണക്കാക്കാം. അപ്പൊ ഇത്രയുമാണ് ഡ്രൈഡനെ കുറിച്ച് ഏറ്റവും ചുരുങ്ങിയ വാക്കുകളിൽ ഇമ്പോർട്ടന്റ് ആയിട്ട് നമുക്ക് പറയാൻ പറ്റുന്ന ഒരു, എന്താ പറയണേ, കുറച്ച് പോയിന്റുകൾ എന്ന് പറയുന്നത്. നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ നിങ്ങൾ പറയുക. ഇനിയും വേറെ വേറെ ആൾക്കാരുടെ MCQ കൊണ്ട് പെട്ടെന്ന് ഞാൻ വരുന്നുണ്ട്. താല്പര്യമുള്ളവരുടെ പേരുകൾ പറയുക, ആരൊക്കെ വേണം എന്നുള്ളത് ഞാൻ പ്രിപ്പയർ ചെയ്ത് കൊണ്ടുവരാം. അപ്പോൾ അടുത്തൊരു ക്ലാസ്സിൽ കാണുന്നവരെ ബൈ ബൈ ആൻഡ് സി യു.